ഭാഗവത സുധയുടെ ഇന്നത്തെ ഭാഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഏവരും തൊഴുതുകൊണ്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥനാ ശ്ലോകങ്ങൾ ഏറ്റുചൊല്ലുക. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ. കർമ്മഗ്രാഹ ഗൃഹീതാംഗം സമുദ്ധര ഭവാർണവാൽ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി. സ്വീകൃതോസി മയാ നാഥ. മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവധാ ത്വയാ. നിർവിഘ്നേനൈവ കർത്തവ്യ. ദാസോഹം തവ കേശവ. ശുകരൂപ പ്രബോധജ്ഞ. സർവശാസ്ത്ര വിശാരദ. ഏതൽ കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ. പുണ്യ ശ്രവണകീർത്തന. യദൂത്തമോത്തമ ശ്ലോക. നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യഥാ ഭക്തി. പാദയോസ്തവ ജായത്തെ. തഥാ കുരുഷ്വ ദേവേശ. നാഥസ്ത്വം നോ യത പ്രഭോ.
നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. കോമളം കൂജയൻ വേണം ശ്യാമളോഹ്യം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഭാഗവത സുധയിലേക്ക് ഏവർക്കും സ്വാഗതം. ചതുർത്ഥ സ്കന്ധമാണ് ഇന്ന് നമുക്ക് ആരംഭിക്കാനായിട്ടുള്ളത്. ഒരധ്യായം പാരായണം ചെയ്തിട്ട് വിഷയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് പാരായണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ചതുർത്ഥ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായം. അപ്പോൾ ചതുർത്ഥത്തിലെ 5-ാമത്തെ അധ്യായം എല്ലാവരും തുറന്നു വയ്ക്കുക. ഗൂഗിൾ മീറ്റിലുള്ള ബന്ധുക്കളോട് ഒരു പ്രാർത്ഥന, ഏവരും അവരവരുടെ ക്യാമറ ആൻഡ് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വയ്ക്കുക. എങ്കിൽ നിങ്ങൾക്ക് ശബ്ദവും ചിത്രവും വളരെ വ്യക്തമായിട്ട് ലഭിക്കും. നമുക്കിനി നിർദ്ദേശം തരാം, അവസാനമാകുമ്പോൾ നമുക്കത് ഓൺ ചെയ്യാം. ചതുർത്ഥ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായം പാരായണം ചെയ്യാം. അതിനുശേഷം സാരാംശത്തിലേക്ക് പ്രവേശിക്കാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മൈത്രേയ ഉവാച ഭവോ ഭവാന്യ നിധനം പ്രജാപതേഃ അസൽകൃതായ അവഗമ്യ നാരദാൻ സ്വപാർശ്വത സൈന്യം ച തതധ്വരർബുഭിർ വിദ്രാവിതം ക്രോധമപാരമാധത്തെ. ക്രുദ്ധഃ സ് ദുഷ്ടോഷ്ടപുടഃ സ് ദുർജटे ജടാം തടിദ്ധ്വഗ്നിസട്ടോഗ്രരോചിഷം ഉൽകൃത്യ രുദ്രഃ സഹസോത്ഥിതോ ഹസൻ ഗംഭീരനാദോ വിസസർജതാം ഭുവി. തതോതികായസ്തനുവാ സ്പൃശന്തിവം സഹസ്രബാഹുർ ഘനരുക്തൃസൂര്യദൃക് കരാളദംഷ്ട്രോ ജ്വലദഗ്നിമൂർധജക്തപാലമാലി വിവിധോദ്ധ്യതായുധാ തം കിം കരോമീതി ഗൃണന്തമാഹ. ബദ്ധാഞ്ജലിം ഭഗവാൻ ഭൂതനാഥ ദക്ഷം സയജ്ഞം ജഹിമദ്ഭടാനാം ത്വമഗ്രണീ രുദ്രഭടം ശകോമി. ആജ്ഞപ്ത ഏവം കുപിതേന മന്യുന സദേവ ദേവം പരിചക്രമേ വിഭോ
മേനേ തതാത്മാനമസങ്കരം ഹസാ മഹീയസാം താത സഹസഹിഷ്ണും അന്വീയമാനസ്സതുരുദ്രപാർഷതൈഃ ഭൃശം നദദ്ഭിർവ്യനതസ്സു ഭൈരവം ഉദ്യമ്യശൂലം ജഗതന്തകാന്തകം സപ്രാദ്രവത് ഘോഷണഭൂഷണാംഘ്രി അധർത്തിജോ യജമാനഃ സ തസ്യാഃ കകുഭ്യുതീച്യാം പ്രസമീക്ഷ്യരേണം തമഃ കിമേതൽ കുത ഏതദ്രജോഭൂത ദിതിദ്വിജാ ദ്വിജപത്ന്യശ്ച ദധ്യോ വാതാനവാന്തി നഹി സന്തി ദസ്യ വ പ്രാചീനബർഹിർജീവതീഹോഗ്രദണ്ഡ ഗാവോ ന കാല്യന്ത ഇതം കുതോ രജോ ലോകോധുനാ കിം പ്രളയായ കൽപ്പത്തെ പ്രസൂതിമിശ്രാസ്ത്രിയ ഉദ്യുക്തചിത്ത ഊചുർവിപാകോ വൃജിനസ്യൈഷ തസ്യ യൽ പശ്യന്തീനാം ദുഹിതॄണാം പ്രജേശസുതാം സതീം അവദധ്യാവനാഗാം യസ്ത്വന്തകാലേ വ്യുക്തജടാകലാപ സുശൂലസൂച്യർപ്പിത ദിഗ്ഗജേന്ദ്ര വിതത്ര നൃത്യത്യുദിതാസ്ത്രദോർധ്വചാന ഉച്ഛാട്ടഹാസാസ്തനയന്നു ഭിന്നദൃക്ക് അമർഷയിത്വാ തമസഖ്യ തേജസം മഞ്ഞുപ്ലുതം ദുർവിഷഹം ഭൃകുട്യാ കരാളദംഷ്ട്രാഭിദുരസ്തഭാഗണം സ്യാസുസ്തികിം കോപയതോ വിധാതോ ബഹ്വേവമുദ്യുക്തദൃശോച്യമാനെ ജനേന ദക്ഷസ്യ മുഹുർമഹാത്മന ഉൽപേതുരുൽപാതതമാ സഹസ്രശോ ഭയാവഹ ദിവി ഭൂമൗ ക്ഷപര്യക് താവസ്സരുദ്രാനുചരേർ മഘോ മഹാന്നാനായുധൈഃ വാമനകൈരുദായുധൈഃ പിംഗൈ പിശങ്കൈഃ മകരോദരാനനൈഃ പര്യാദ്രവദ്ഭിർ വിതുരാന്നരുധ്യത കേചിത് ബഭഞ്ചു പ്രാഗ്വംശം പത്നീശാലാം തഥാ പരേ സത സത ആഗ്നീന്ദ്രശാലാം ച തദ്വിഹാരം മഹാനസം രുരുജുയജ്ഞപാത്രാണി തതൈകേകീഗ്നനാശയൻ കുണ്ടേശ്വമോത്രയൻ കേജിൽ ബിബിധുർവേതി മേഖല അബാധന്തമുനീനന്യ ഏകേ പത്നീരതർജയൻ അപഹേ ജഗൃഹുർദേവാൻ പ്രത്യാസന്നാൻ പലായിതാൻ ഭൃഗുംബബന്ധമണിമാൻ വീരഭദ്രപ്രജാപതിം ചണ്ഡീശപൂഷണം ദേവം ഭഗം നന്ദീശ്വരോ ഗൃഹീത സർവ ഏവർത്യുജോ ദൃഷ്ട്യാ സദസ്യാസാദിവോഗസ തൈരർദ്യമാനാ സുഭൃശം ഗ്രാവഭിർ നൈകദാദ്രവൻ ജുഹ്വതശ്രുവഹസ്തസ്യ ശ്മശ്രൂണീ ഭഗവാൻ ഭവ ഭൃഗോർലുലുഞ്ചേ സദസി യോഹസസ്മസുദർശയൻ ഭഗസ്യ നേത്രേ ഭഗവാൻ പാതി തസ്യ രുഷാ ഭുവി ഉജ്ജഹാര സതസ്തോക്ഷ്ണാ യശപന്തമസൂചയത് പുഷ്ണശ്ചാപായദന്താൻ കാലിംഗസ്യ യഥാബല ശപ്യമാനേ ഗരിമണി യോഹസദ്ദർശയൻ ദദ ആക്രമ്യോരസി ദക്ഷസ്യ ശിതധാരേണ ഹേതിന ചിന്തന്നപി തതുദ്ധർത്തും നാശക്നോത്രംബകസ്തദാ ശസ്ത്രൈ അസ്ത്രാന്യുതൈരേവം അനിർഭിന്നത്വജം ഹര വിസ്മയം പരമാപന്നോ ദധ്യൗ പശുപതിശ്ചിരം
ദൃഷ്ട്വാ സംജ്ഞപനം യോഗം പശൂനാം സപതിർമഘേ യജമാന പശോകസ്യ കായാത്തേനാഹരശിര സാധുവാദസ്തഥാ തേഷാം കർമ്മതത്തസ്യ ശംസതാം ഭൂതപ്രേതപിശാചാനാം അന്യേഷാം തത് വിമന്യയാ ജുഹാവൈതശിരസ്തസ്മിൻ ദക്ഷിണാഗ്നാവമർഷിത തത് ദേവയജനം ദഗ്ധ്വാ പ്രാതിഷ്ഠത് ഗുഹ്യകാലയം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ ദക്ഷയജ്ഞവിധ്വംസോ നാമ പഞ്ചമോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമഃ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരേ നമ. പ്രിയ ബന്ധുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഭാഗവത പ്രേമികളെ, ഭഗവത് സ്വരൂപങ്ങളായ ഏവരുടെയും പാദങ്ങളിൽ അനുഗ്രഹത്തിനായിട്ട് നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചതുർത്ഥസ്കന്ധമാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. 10 ലക്ഷണങ്ങളിൽ ഈ ചതുർത്ഥം വർണ്ണിക്കുന്നത് രണ്ടാമത്തെ ലക്ഷണമാണ്. അപ്പോൾ ഏതാണ് ദശലക്ഷണങ്ങളിലെ ഈ ദ്വിതീയ ലക്ഷണം? രണ്ടാമത്തെ ലക്ഷണം വിസർഗം എന്നാണ് പേര്. അപ്പോൾ സർഗാണ് തൃതീയ സ്കന്ധത്തിലൂടെ മനസ്സിലാക്കിയത്. സർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനാൽ ചെയ്യപ്പെട്ടതായിരിക്കുന്ന സൃഷ്ടി. എന്നാൽ വിസർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതിലുള്ളതായിരിക്കുന്ന വിശേഷത്വേനയുള്ള ചില ഭാവങ്ങളെ ഈ വിസർഗം നമുക്കായിട്ട് പറഞ്ഞു തരണം. ശ്രദ്ധിക്കുക. ഈ ചതുർത്ഥ സ്കന്ധത്തെ പുരുഷാർത്ഥത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഈ പുരുഷാർത്ഥങ്ങൾ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പോൾ ഏതൊക്കെയാണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. സൂക്ഷ്മമായിട്ട് ഈ ചതുർത്ഥത്തെ മനസ്സിലാക്കുമ്പോൾ ഈ പുരുഷാർത്ഥങ്ങൾ നമുക്ക് ഒപ്പം വായിച്ചെടുക്കാം. പ്രധാനമായിട്ട് പറയണ ചില കഥകളുണ്ട്. ആദ്യം പറയണത് ദക്ഷയാഗ കഥയാണ്. ഈ ദക്ഷയാഗ കഥയാവട്ടെ ധർമ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതായിട്ട് ധ്രുവൻ്റെ ചരിത്രം. ഈ ധ്രുവചരിത്രമാവട്ടെ അർത്ഥത്തെ സൂചിപ്പിക്കുന്നു. പിന്നീട് പൃഥുവിൻ്റെ ചരിത്രമാണ് കാമത്തെ സൂചിപ്പിക്കുന്നത്. ഏറ്റവും അവസാനം പറയുന്നതായിരിക്കുന്ന പുരഞ്ജന ഉപാഖ്യാനം. ചതുർത്ഥത്തിൽ അവസാനം പറയുന്ന ഈ ഒരു പ്രകരണം ഉണ്ടല്ലോ, ഈ പുരഞ്ജനോപാഖ്യാനം, സത്യത്തിൽ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ്. നമ്മളെ ഓരോരുത്തരെയാണ് ഭാഗവതം ഈ പുരഞ്ജന ഉപാഖ്യാനത്തിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ പുരഞ്ജന ഉപാഖ്യാനാവട്ടെ മോക്ഷപ്രകരണമാണ് എന്ന് അർത്ഥം. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം സൂചിപ്പിക്കുന്ന കഥകൾ ഏതൊക്കെയാണ്? ധർമ്മത്തെ സൂചിപ്പിക്കുന്നു ദക്ഷയാഗം. അർത്ഥസൂചന ധ്രുവചരിത്രത്തിൽ. കാമത്തെ സൂചിപ്പിക്കുകയാണ് പൃഥു ചരിത്രത്തിൽ. പുരഞ്ജനോപാഖ്യാനാവട്ടെ പുരുഷാർത്ഥത്തിലെ അവസാനമായിട്ടുള്ള ആ മോക്ഷത്തെയും സൂചിപ്പിക്കണു എന്ന് അർത്ഥം. നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം ദക്ഷയാഗ കഥയെ ഒന്ന് അനുസ്മരിക്കാം. അതിനു മുമ്പായിട്ട് ഒന്നാമത്തെ അധ്യായത്തിൽ ഇവിടെ മനുവിൻ്റെ കഥ തന്നെ പറഞ്ഞു തുടങ്ങുക ചെയ്യണത്. സ്വയംഭൂമനു എന്നുവെച്ചാൽ
എല്ലാറ്റിൻ്റെയും തുടക്കം. ഏത് പറഞ്ഞു കഴിഞ്ഞാലും ഈ തുടക്കം സ്വയംഭൂവിനുമാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്. അപ്പോൾ മനോസ്തു ശതരൂപായാം തിസ്ര കന്യാശ്ച ജജ്ഞരേ ആകൂതി ദേവഹൂതിശ്ച പ്രസൂതി ഇതി വിശ്രുത. അപ്പോൾ എന്താ നാം പഠിക്കേണ്ടത്, എന്താ നാം മനസ്സിലാക്കേണ്ടത്? ഈ സ്വയംഭൂവനുവിന് ഇപ്പോൾ കഴിഞ്ഞ സ്കന്ധം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് 5 കുട്ടികളാണ് ഉള്ളതെന്ന്. അപ്പോൾ ആരൊക്കെയാണ്? 2 പുത്രന്മാരും 1 പുത്രിയുമാണ്, 3 പുത്രിമാരുമാണ് അദ്ദേഹത്തിനുള്ളത്. പുത്രന്മാർ പ്രിയവ്രതനും ഉത്താനപാദനുമാണ്. അവരുടെ കഥ നമുക്ക് കേൾക്കാം. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ പുത്രിമാർ ആരൊക്കെ? ഈ പുത്രിമാർ ആകൂതി, ദേവഹൂതി, പ്രസൂതി. അപ്പോൾ ഇവർ 3 പേരാണ് അദ്ദേഹത്തിൻ്റെ പുത്രിമാർ. ഇതിൽ ഈ മധ്യമപുത്രിയായിരിക്കുന്ന ദേവഹൂതിയുടെ കഥ നാം കേട്ടു. കർദമ പ്രജാപതി ഈ ദേവഹൂതിയെ വിവാഹം കഴിക്കുന്നതും അതിൽ 9 പെൺകുട്ടികൾ ഉണ്ടാകുന്നതും തുടർന്ന് ഭഗവാൻ തന്നെ അതാ കപിലവാസുദേവനായിട്ട് അവതരിക്കുന്നതായ ആ കഥകളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ആകൂതിം രുചയെ പ്രാതാത് അപി ഭ്രാതൃമതിം നൃപ പുത്രികാധർമ്മമാശ്രിത്യ ശതരൂപാനുമോദിത. ആകൂതി എന്ന പുത്രിയെ രുചിപ്രജാപതിക്കായിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു. അതും പുത്രികാധർമ്മം ആശ്രിത്യ എന്ന് പറഞ്ഞു. ഇതൊന്നും ഇന്ന് പ്രയോഗത്തിൽ ഇല്ലാത്തതിനാൽ ഇന്നത്തെ കാലത്ത് ഇതൊന്നും പറയുന്നതിൽ വലിയ അർത്ഥമില്ല. എങ്കിലും അറിയാൻ വേണ്ടി മാത്രം പറയുകയാണ് പുത്രികാധർമ്മം ആശ്രിത്യ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു കരാറ്. എന്താ കരാറ്? ഈ ബന്ധത്തിലുണ്ടാവുന്ന മകനെ, ആൺകുട്ടിയെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ തരണം എന്നാണ്. അതായത് കന്യകയുടെ അച്ഛൻ വരനോട് പറയുക ചെയ്യണത്, എൻ്റെ മകളെ ഞാൻ നിനക്കായിട്ട്, നിങ്ങൾക്കായിട്ട് തരണു. അപ്പോൾ നിങ്ങൾക്കുണ്ടാവണ സന്താനം, പുത്രനെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ തരിക. അപ്പോൾ അങ്ങനൊരു വ്യവസ്ഥയിൽ അതാ വിവാഹം ചെയ്തു കൊടുത്തു എന്ന് അർത്ഥം. പ്രസൂതിയെ പിന്നീട് ദക്ഷ പ്രജാപതിയും വിവാഹം കഴിച്ചു എന്നൊക്കെയാണ് കഥ. തീർന്നില്ല. അങ്ങനെ ആ വംശം ഇങ്ങനെ നീണ്ടുപോവുക ചെയ്യുന്നത്. അതിൽ ദക്ഷ പ്രജാപതിക്ക് 16 പെൺകുട്ടികളുണ്ടായി. അതിൽ ഒടുക്കത്തെ ആളാണ് ഈ സതീദേവി. ഈ സതീദേവിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് സാക്ഷാൽ ശ്രീ പരമേശ്വരനാണ്. അദ്ദേഹത്തിൻ്റെ 13 പുത്രിമാരെ, ഈ ദക്ഷ പ്രജാപതിയുടെ 13 പുത്രിമാരെ വിവാഹം കഴിച്ചിരിക്കുന്നത് ധർമ്മദേവനാണ്. അപ്പോൾ ആരൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ 13 പുത്രിമാർ? അവരുടെ പേരുകൾ ഒന്ന് ഓർത്തു വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി. ഒരു രസമായിട്ട് ചിന്തിക്കാം. എന്നുവെച്ചാൽ ചില ആശയങ്ങൾ ഇതൊന്ന് പഠിക്കാനുണ്ട്. പുസ്തകമുള്ളവർ 1-ാമത്തെ അധ്യായത്തിലെ 49-ാമത്തെ ശ്ലോകം ഒന്ന് നോക്കി നോക്കും. അവിടെ ധർമ്മദേവൻ്റെ 13 പത്നിമാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ ധർമ്മദേവൻ്റെ 13 പത്നിമാർ? ആ ശ്ലോകം വായിച്ചാൽ ഈ 13 പേരും കിട്ടും. ശ്രദ്ധിക്കാം. ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിതിക്ഷ, ഹ്രീ, മൂർത്തി, ധർമ്മസ്യ പത്നയ. അപ്പോൾ ആരൊക്കെയാകുന്നു അവർ? അപ്പോൾ ഈ ധർമ്മം ശോഭിക്കുന്നത് ഈ 13 എണ്ണത്തിലൂടെ എന്നർത്ഥം. അപ്പോൾ ഈ 13 തികഞ്ഞു കഴിഞ്ഞാൽ ഈ 13 പേരെ നമുക്കും സ്വായത്തമാക്കി തീർക്കാൻ സാധിച്ചാൽ നമ്മുടെ ഉള്ളിലും ധർമ്മം പരിപൂർണ ഭാവത്തിൽ ശോഭിച്ചു എന്ന് വേണം നാം പഠിക്കാൻ. അപ്പോൾ ആദ്യം ഉണ്ടാവേണ്ടത്, ഓരോന്നായിട്ട് ചിന്തിച്ച് നോക്കൂ. ആദ്യം ഉണ്ടാവേണ്ടത് ശ്രദ്ധയാണ്. ഈ വാക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറില്ലേ? ഇടയ്ക്കിടയ്ക്ക് പറയും അല്ലേ? ശ്രദ്ധിക്കണേ, ശ്രദ്ധയുണ്ടാവണേ. അപ്പോൾ എന്തിലാണ് ഈ ശ്രദ്ധയുണ്ടാവേണ്ടത്? ഈശ്വരങ്കൽ.
ചിന്തകർ പറയുന്നത് വെച്ചാൽ രണ്ട് വാക്കുണ്ട്. സ്വതവേ നാം ഉപയോഗിക്കുന്നതാണ് ഈ ശ്രദ്ധയും വിശ്വാസവും. അപ്പോൾ മഹത്തുക്കളുടെ ചിന്തകരുടെ അഭിപ്രായം ഈശ്വരങ്കിൽ വിശ്വാസത്തേക്കാൾ ഉപരി ശ്രദ്ധയാണ് ഉണ്ടാവേണ്ടത് എന്നാണ്. എന്താച്ചാൽ ശ്രദ്ധയിലൂടെ മാത്രമാണ് ജ്ഞാനം ഉണ്ടാവുന്നത്. ഭാഗവതം അതുപോലെ രാമായണം ഒക്കെ വായിച്ച് പരിചയമുള്ളവർക്കറിയാം, ഈശ്വരങ്കിൽ ശ്രദ്ധയുണ്ടാവണമെന്ന് ഭാഗവത ഇടയ്ക്ക് പറയുന്നുണ്ട്. ചില ഉപദേശങ്ങൾ, ഇനി പൃഥുവിൻ്റെ ഉപദേശം കേൾക്കാനുണ്ട്, ഋഷഭദേവൻ്റെ ഉപദേശം കേൾക്കാനുണ്ട്, ഏകാദശ ഭാഗങ്ങൾ കേൾക്കാനുണ്ട്. അവിടെയൊക്കെ ഈ ശ്രദ്ധയ്ക്ക് ഊന്നൽ കൊടുക്കുന്നു. ശ്രദ്ധയുണ്ടാവണം എന്ന് പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ശ്രദ്ധയിലൂടെ മാത്രമേ ഉറയ്ക്കുകയുള്ളൂ. ചെറിയ ഒരു ഉദാഹരണം മുൻപ് പലവട്ടം പറഞ്ഞതാണ് പല വേദികളിലും. അപ്പോൾ മനസ്സിലാവാൻ വേണ്ടി മാത്രം ആ ഒരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ ദാ നല്ല മഴക്കാലത്ത് മുറ്റത്തു കൂടെ ഒരാൾ, പരിചയമില്ലാത്ത ഒരാൾ നടന്നു വരണമെന്ന് വിചാരിക്കുക. നല്ല വഴുക്കലുള്ള സ്ഥലമാണെന്ന് വിചാരിക്കുക, തെന്നുന്ന സ്ഥലമാണെന്ന് വിചാരിക്കുക. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കെന്താ? ശ്രദ്ധിക്കണേ, അവിടെ വഴി തെന്നുന്നുണ്ട്, വഴുക്കുന്നുണ്ട്, വീഴാതെ ശ്രദ്ധിക്കണം എന്ന് പറയും. ആരെങ്കിലും പറയുമോ അതാ അവിടെ പടവൊക്കെ വഴുക്കുണ്ട്, വിശ്വസിക്കണേ എന്ന് പറയുമോ? ഇല്ല. എന്തേ പറയുള്ളൂ? ശ്രദ്ധിക്കണേ എന്നേ പറയുള്ളൂ. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് ശ്രദ്ധ മാത്രമാണ്. ശ്രദ്ധ പാളിക്കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ്. അപ്പോൾ ഏതൊരു പ്രവൃത്തി ചെയ്യണ സമയത്തും, അത് ഈശ്വരഭജന ആവട്ടെ, മറ്റ് വ്യാപാരങ്ങളാവട്ടെ, അതിലെന്തുണ്ടാവണം? ശ്രദ്ധയുണ്ടാവണം. അപ്പോൾ ധർമ്മം ശോഭിക്കാൻ ആദ്യം നാം സമ്പാദിക്കേണ്ടതായിരിക്കുന്ന ഒരു ഗുണം, ഒന്നാമത് സമ്പാദിക്കേണ്ടതായിരിക്കുന്ന ഗുണമാണ് ശ്രദ്ധ. ഇതുണ്ടായാൽ, ഈ ഒന്നാമത്തെ ആൾ വന്ന പിന്നെ ക്രമത്തിൽ ബാക്കിയുള്ള 12 പേരും വന്നോളും, സംശയം വേണ്ട. അടുത്തത് മൈത്രിയാണ്. മൈത്രി എന്ന ശബ്ദത്തിന് സന്തോഷം ഉളവാക്കുക, മുൻ ദിവസം പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ വാക്കും ചിന്തകളും പ്രവൃത്തികളും എല്ലാം മറ്റുള്ളവർക്ക് സന്തോഷം ഉളവാക്കി തീർക്കുന്നതാവട്ടെ. ഇനി അടുത്തത് എന്താ? ദയ ഉണ്ടാവണം എന്ന് പറഞ്ഞു. എന്താ ഈ ദയ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഹജീവികളുടെ ദുഃഖം കാണുന്ന സമയത്ത്, സഹജീവികൾ കഷ്ടപ്പെടുന്ന സമയത്ത് അവരെ ഒന്ന് സഹായിക്കണം എന്ന ചിന്ത, ഒന്ന് എനിക്ക് സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതെന്തായി? അത് ദയയായിട്ട് മാറി. പിന്നെ ശാന്തിയാണ് ഉണ്ടാവേണ്ടത്. ദയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശാന്തി ഉണ്ടാവും. ശാന്തി എന്ന് പറഞ്ഞാൽ എന്താ? അന്യചിന്തകളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ, ഗുണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കുന്ന ഒരവസ്ഥ. ഈ അവസ്ഥ മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ആൾ വന്നു കഴിഞ്ഞു. ആരാ അടുത്ത പത്നി? തുഷ്ടി. 5ാമത്തെ പത്നിയാണ് തുഷ്ടി, 5ാമത്തെ ആളാണ്. അപ്പോൾ എത്രണ്ണം കേട്ടു മറന്നു പോകരുത് ഓരോന്ന് കേൾക്കുന്ന സമയത്ത്. ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി. അടുത്തത് തുഷ്ടിയാണ്. അപ്പോൾ ഈ ശാന്തി വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നുണ്ട്? തുഷ്ടി ഉണ്ടാവുന്നുണ്ട്. തുഷ്ടി ഉണ്ടാവുക വെച്ചാൽ മനസ്സിലൊരു സുഖം ഉണ്ടാവുക, നല്ല സന്തോഷം ഉണ്ടാവുക എന്നർത്ഥം, ഒരാനന്ദം ഉണ്ടാവുക എന്നർത്ഥം. ഇത് പറഞ്ഞു തരാൻ വേറെ വാക്കുകളൊന്നുമില്ല. ഇനി തുഷ്ടി കഴിഞ്ഞ സാധാരണ വർത്തമാനത്തിൽ നാം ഉപയോഗിക്കുന്നൊരു വാക്കാണ് പുഷ്ടി, അല്ലേ? തുഷ്ടിയും പുഷ്ടിയും ഉണ്ടാവണം എന്ന് പറയും. അപ്പോൾ തുഷ്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുഷ്ടി ഉണ്ടാവും. ആ പുഷ്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? പുഷ്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അല്പം ആരോഗ്യമൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ മനസ്സിൽ സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ രോഗം ഇല്ലാത്ത അവസ്ഥയിലേക്ക് ശരീരം എത്തുള്ളൂ. നമ്മുടെ ഈ മനസ്സ് ഏത് സമയത്തും വേവലാതിപ്പെട്ടുകൊണ്ടേ ഇരിക്കുക, പല പല വിഷയങ്ങളിൽ പെട്ട്. അത് സമ്പത്തായിട്ട് ബന്ധപ്പെട്ടതാവാം, ഉദ്യോഗതലത്തിലുള്ളതാകാം, ബന്ധുക്കളിൽ നിന്നുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടാവാം, മക്കളിൽ നിന്നുള്ള എന്തെങ്കിലും വിഷമങ്ങളാവാം. പക്ഷേ
ഇത് ഒരു പരിധിയിൽ കൂടുതൽ സാമൂഹ്യ ജീവിയാകുമ്പോൾ കുറച്ചൊക്കെ വേണം. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ഈ ഈ ഇതിൽ നിന്ന് ഭിന്നമായ കാര്യങ്ങളുടെ വികാരങ്ങൾ ബാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനെ കേടുവരുത്തും എന്നല്ലാതെ വേറൊരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ വേണ്ടത് എന്താ? നല്ല തുഷ്ടിയുള്ള മനസ്സാവട്ടെ. നല്ല തുഷ്ടിയുള്ള മനസ്സാണെങ്കിൽ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മുടെ ഈ ശരീരവും നല്ല ആരോഗ്യമുള്ളതായിട്ട് തീരും. എപ്പോഴും ചിരിക്കാനായിട്ട് പഠിക്കുക. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്ന സമയത്തും കരയരുത്, കരയണ്ട, ചിരിക്കുക, നന്നായിട്ട് ചിരിക്കുക. ചിരിയോടുകൂടിയിട്ട് എല്ലാം നേരിടാനായിട്ട് ഒന്ന് ശീലിച്ചു നോക്കൂ. എന്ത് സുഖം അറിയും. അങ്ങനെ പുഷ്ടി വന്നു കഴിഞ്ഞാലേ ഏഴാമത്തെ ആൾക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. പുഷ്ടിയില്ലെങ്കിൽ ഏഴാമത്തെ ആൾക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആരെ ഏഴാമത്തെ ആളാണ് ക്രിയ. ക്രിയ എന്ന് വെച്ചാൽ വഴി എന്നൊരർത്ഥമുണ്ട്. എങ്ങോട്ടുള്ള വഴിയാണ്? ഈശ്വരങ്കിലേക്കുള്ള വഴി. ഇവിടെ വഴി എന്ന വാക്കുകൊണ്ട് അർത്ഥാക്കുന്നത് ചില പ്രവൃത്തികൾ ചെയ്യണം. ക്രിയയ്ക്ക് വരണം ഒക്കെ പറയുമല്ലോ, നമ്മളെ കൂട്ടത്തിലൊക്കെ പറയുന്നൊരു വാക്കാണ് ക്രിയയ്ക്ക് വരണം. അപ്പോൾ ക്രിയകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ക്രിയകൾ ചെയ്യിച്ച് പ്രവൃത്തികൾ ചെയ്യാം. അപ്പോൾ ആ പ്രവൃത്തി ഈശ്വരോന്മുഖമായിട്ട് തീരട്ടെ. അപ്പോൾ നാം തുഷ്ടിയുള്ള മനസ്സോടുകൂടി പുഷ്ടിയുള്ള ശരീരത്തോടു കൂടിയിട്ട് ശ്രദ്ധയാൽ മൈത്രി, ദയാ, ശാന്തി എന്ന ഈ ഭാവത്തെ പോഷിപ്പിച്ച് ക്രിയാനുഷ്ഠാനം ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഉന്നതി. അടുത്ത ആളുടെ പേരാണ് ഉന്നതി. അപ്പോൾ ധർമ്മദേവൻ്റെ 8ാമത്തെ പത്നിയുടെ പേരെന്താണ്? ഉന്നതി. ആര് വരണോ? ഉന്നതി ഉണ്ടാകുന്നു. ഉന്നതി ഉണ്ടാവുക വെച്ചാൽ നമ്മുടെ സാധാരണ അർത്ഥം തന്നെ എടുത്താൽ മതി. ഉയർച്ച ഉണ്ടാവുക എന്ന് വിചാരിച്ചോളൂ. ഉയർച്ച ഉണ്ടാവുക വെച്ചാലോ മാനസികമായിട്ടുള്ള ആ ഒരു ഉയർച്ച ഉണ്ടാവുക എന്ന് അർത്ഥം. അങ്ങനെ മാനസിക വികാസം ഉണ്ടായിക്കഴിഞ്ഞാൽ 9ാമത്തെ ആൾ ശോഭിക്കും. മുഖ്യ സ്ഥാനം കൊടുത്തിരിക്കുകയാണ് ഈ 9-ന്. ഈ ബുദ്ധിക്ക് 9ാം സ്ഥാനം കൊടുത്തത് തന്നെയാണ്. ഏറ്റവും വലുതാ അല്ലേ? 9 എന്ന സംഖ്യയ്ക്ക് തന്നെ പ്രത്യേകതയില്ലേ? ഈ സംഖ്യകളുടെ അക്കങ്ങളുടെ രാജാവാണ് ഈ 9. 9-നപ്പുറം ഇല്ല. വേണേ പറയാം 10 ഉണ്ട്, 11 ഉണ്ട്. ഇതൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാവണേ 1, 0, 1, 1 ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവണേ. ആ ബുദ്ധി ഉണ്ടാവും, ഉയർന്നു നിൽക്കുന്നതായ ബുദ്ധി ഉണ്ടാവും. ആ ബുദ്ധി നന്നായിട്ട് ഉറച്ചെങ്കിലേ മേധ ശോഭിക്കുകയുള്ളൂ. അപ്പം എന്താ ഈ മേധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്. ഇതൊക്കെ മേധ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പറയാം, ഓർമ്മ എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് ഓർമ്മ? നല്ലത് എന്നും ഓർക്കാനുള്ളതായ ഒരു ശക്തി. മറക്കാതിരിക്കുക, നല്ലതെന്നും ഓർത്തോർത്ത് വയ്ക്കുക. അപ്പോൾ മേധ ഉറയ്ക്കുന്നു. ആ ഓർമ്മ ഉണ്ടെങ്കിലേ എന്തുണ്ടാകുന്നു? ഈ നല്ലത് ഓർക്കുകയും വേണം. മേധ എന്ന ശക്തിക്കൊരു പ്രത്യേകതയുണ്ട്. നല്ലത് മേധ നന്നായിട്ട് ശോഭിച്ചു കഴിഞ്ഞാൽ നല്ലത് ഓർമ്മയിലുണ്ടാവും. വേണ്ടാത്തതാണെങ്കിലോ വേണ്ടാത്തത് പെട്ടെന്ന് മറന്നുപോകും. വേണ്ടാത്തൊക്കെ ഈ ഓർമ്മയെന്നത് എടുത്തു കളയും, ഡിലീറ്റ് ചെയ്യും. നമ്മുടെ ഇപ്പോഴത്തെ മൊബൈലിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. എന്നാൽ നല്ലതൊക്കെ സ്റ്റാർ മാർക്ക് ഇട്ട് വയ്ക്കുക. ഇപ്പോൾ നമ്മളൊക്കെ വാട്സപ്പിലൊക്കെ വരുന്ന മെസ്സേജ് ആവശ്യമുള്ളതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്റ്റാർ മാർക്ക് ഇട്ട് വയ്ക്കാറുണ്ട്, വേണച്ചിട്ട് അല്ലേ? വേണ്ടാത്ത വല്ല ചറ പറ മെസ്സേജ് വന്നു കഴിഞ്ഞാലോ ക്ലിയർ ചാറ്റ് ഒക്കെ ക്ലിയർ ചെയ്യാം. ഇതേപോലെ ആവണം നമ്മുടെ ഈ ഒരു മെമ്മറി, അതായത് മേധ എന്നതായിരിക്കുന്ന അത്. അവിടെ നല്ലത് മാത്രം എന്നും അവിടെ കുറിച്ച് വയ്ക്കാം. ഇപ്പം ഇത്രയും കാലം നമ്മൾ ജീവിച്ചുവല്ലോ, എത്ര കാലം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കും. അപ്പോൾ ഈ ജീവിതത്തിനിടയ്ക്ക് നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെ എന്തെല്ലാമാണോ നല്ല നല്ല സംഗതികൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്, പ്രിയ ബന്ധുക്കളെ മറക്കരുത്. നിങ്ങളെന്താ വേണ്ടതെന്നറിയോ? ഇപ്പോൾ തന്നെ പറ്റുമെങ്കിൽ ഈ സെഷൻ കഴിഞ്ഞ ഉടനെ ഇപ്പോൾ തന്നെ നിങ്ങൾ അതിനൊക്കെ ഓരോ സ്റ്റാർ മാർക്ക് ഇട്ട് വയ്ക്കുക, മറന്നു പോകാതിരിക്കാൻ. ഇനി ഏത് അപകടത്തുള്ളതാണോ ഉണ്ടായത്, തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, വല്ലവരും ചീത്ത പറയുക, ഉപദ്രവിക്കുക, അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വേണ്ട എന്താ? അതൊക്കെ അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന്
ഡിലീറ്റ് ചെയ്യുക, എടുത്തു കളയുക, മായ്ച്ചു കളയുക. അതാണ് യോഗികളൊക്കെ ചെയ്യാറ്. അവർ ആരെയും സ്നേഹിക്കാറില്ല, കൂടുതൽ ആരോടും വിരോധം വയ്ക്കാറില്ല. ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവരെയും അവരങ്ങോട്ട് ഉപദ്രവിക്കാറില്ല, അവരിൽ വിരോധം വയ്ക്കാറുമില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊന്നും അവർ ഓർത്ത് വയ്ക്കാറില്ല. അപ്പോൾ നല്ലത് എന്നും ഓർക്കുക, വേണ്ടാത്തത് അപ്പപ്പോൾ കളയുക. ഇത് ഉറച്ചു കഴിഞ്ഞാൽ മേധ ശോഭിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ മേധാശക്തി നന്നായിട്ട് ഉള്ളിൽ ഉദിച്ചെങ്കിലേ 11ാമത്തെ പത്നിക്ക് വരാൻ അവിടെ സ്ഥലമുള്ളൂ. അപ്പോൾ ആരീ 11ാമത്തെ ആൾ? ഈ 11ാമത്തെ ആളാണ് തിതിക്ഷ. ക്ഷമ എന്ന് പറയാം. നമുക്ക് നല്ലോണം ഉണ്ടാവണം, ജീവിതത്തിൽ നല്ലോണം ഉണ്ടാവേണ്ടതായിരിക്കുന്ന ഒരു ഗുണമാണ് ഈ ക്ഷമ എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷമ എന്ന് ചോദിച്ചാൽ എന്താണെന്നൊക്കെ വേണമെങ്കിൽ സംശയം തോന്നാം. ഏകാദശൊക്കെ വിസ്തരിക്കേണ്ട സഹനശക്തിയാണ്. അപ്പോൾ സുഖവും ദുഃഖവും ഒരേപോലെ സഹിക്കാനുള്ളതായിരിക്കുന്ന ഒരു ശക്തി ഉള്ളിലുണ്ടാവട്ടെ. അടുത്തത് ഹ്രീ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഹ്രീ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ലജ്ജ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. നല്ല മലയാളത്തിൽ പറഞ്ഞ നാണം എന്നൊക്കെ അർത്ഥം. അപ്പോൾ സാധാരണ വർത്തമാനത്തിൽ പറയലോ നാണം ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ലജ്ജ ഉണ്ടാവണം അഥവാ ഹ്രീ ഉണ്ടാവണം. എന്തിനാണ് ഉണ്ടാവേണ്ടത്? ഇപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. നമ്മളൊക്കെ ഒരു സമൂഹത്തിൽ കഴിയുന്നവരാണ്. പലപ്പോഴും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അബദ്ധങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു എന്ന് വരാം. തെറ്റ് ചെയ്യാത്തതായിട്ട് ആരാളുള്ളത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പലരും പല തരത്തിൽ, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്തെങ്കിലും അപരാധങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മതി. എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തെറ്റുണ്ടായിപ്പോയല്ലോ, ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തു പോയല്ലോ എന്ന ഒരു ചിന്ത ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. അവിടെ ആ പാപം തന്നെ ഇല്ലാതായിട്ട് തീർന്നു. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ഈ 12 എണ്ണം ആണ് നന്നായിട്ട് ഉറപ്പിക്കേണ്ടത്. ആവർത്തിക്കുകയാണ്, മറന്നു പോകാതിരിക്കാനാണ് ആവർത്തിച്ച് പറയുന്നത്. ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിതിക്ഷ, ഹ്രീ. ഈ 12 എണ്ണം നന്നായിട്ട് ഉറക്കണം. ഇത് പൂർണ്ണമായി കഴിഞ്ഞാൽ 13ാമത്തെ ആൾക്ക് അവിടെ വരാനായിട്ട് സാധിക്കും. ആ 13 ഏതാ? ആ 13 മൂർത്തി. പ്രധാനമായിട്ടൊരു പത്നി തന്നെയാണ് ഈ മൂർത്തി. അപ്പോൾ ഈ മൂർത്തി വെച്ചാൽ ആ ഈശ്വരീയമായിട്ടുള്ള ഭാവം ഉള്ളിൽ വന്നു എന്നർത്ഥം. ഞാൻ ഈശ്വരനിൽ നിന്ന് ഭിന്നമല്ല. ആ ഒരു തലത്തിലെത്തുകയാണ്, ആ ഒരു ഭാവത്തിൽ എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രിയ ബന്ധുക്കളെ, സാധിക്കുമെങ്കിൽ ഈ ഒരു ശ്ലോകം ഒന്ന് പഠിച്ചോളൂ. മറക്കരുതേ, എവിടെയെങ്കിലും എഴുതിയും വെച്ചോളൂ. എന്നിട്ട് ഈ ഒരു 13 പേര് മറക്കാതിരിക്കുക. ഏതൊക്കെയാ 13 പേര്? 49ാമത്തെ ശ്ലോകം. ഇത് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഒരു 4-5 തവണ ഈ ശ്ലോകം തന്നെ വായിക്കുക. ശ്രദ്ധ, മൈത്രി, ദയാ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയോന്നതി, ബുദ്ധി, മേധ, തിതിക്ഷ, ഹ്രീ, മൂർത്തി, ധർമ്മസ്യ പത്നയാ എന്ന് ഒരു 4-5 തവണയായിട്ട് വായിച്ചോളൂ. അപ്പോൾ ഈ പറഞ്ഞ ഹ്രീ വരെയുള്ള 12 വന്നു കഴിഞ്ഞാൽ അനായാസേന ഈ 13ാമത്തെ തലത്തിലേക്ക് ഉയരാനായിട്ട് സാധിക്കും. അതാണ് മൂർത്തി, ഈശ്വരീയമായിട്ടുള്ള ആ ഭാവം വന്നു എന്നാണ്. അപ്പോൾ ഇവിടെ കഥയിലൂടെ പറഞ്ഞിരിക്കണം എന്താ? മൂർത്തി സർവഗുണോൽപത്തിർ നാരായണാവൃഷി. ധർമ്മദേവന് മൂർത്തി എന്ന പത്നിയിലൂടെ ഭഗവാൻ 2 രൂപത്തിൽ അവതരിച്ചു. നരനായിട്ടും നാരായണനായിട്ടും ആവിർഭവിച്ചു. നരനാരായണ അവതാരം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ പറഞ്ഞതായിരിക്കുന്ന ഈ അനുഷ്ഠാനങ്ങൾ
ധർമ്മത്തെ ഉറപ്പിക്കുക എന്നതായ ആ ഒരു അനുഷ്ഠാനം, ആ ഒരു വ്രതം, അത് ശ്രദ്ധയോടുകൂടിയിട്ട് മേൽപ്പറഞ്ഞ ആ 13 പത്നിമാരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അനുഷ്ഠിക്കുകയാണ് എങ്കിൽ, ജീവിക്കുകയാണ് എങ്കിൽ, പ്രിയ ബന്ധുക്കളെ, ഈ നരൻ, മനസ്സിലാവുണ്ടല്ലോ, ഈ നരന് നാരായണനിലേക്ക് അധികം ദൂരമില്ല. അപ്പോൾ നരൻ അവിടെ ആരായിട്ട് മാറുന്നുണ്ട്? നാരായണനായിട്ട് മാറുന്നുണ്ട്, ഈശ്വരനായിട്ട് മാറുന്നുണ്ട് എന്ന് അർത്ഥം. ഇവിടെ നരനാരായണ അവതാരത്തെ സൂചിപ്പിച്ചു. നരനാരായണ മഹർഷിമാരുടെ മഹത്വം ശ്രീമദ് ഭാഗവതം ചില ഘട്ടങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ചെറിയൊരു കഥ പറഞ്ഞുതരാം. ഭാഗവതത്തിലുള്ളതല്ല, പഴയകാല ആചാര്യന്മാരൊക്കെ പറഞ്ഞു കേട്ടതായിരിക്കുന്ന ഒരു കഥ. സന്ദർഭവശാൽ ഓർമ്മ വന്നപ്പോൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അനവധി കാരണങ്ങളുണ്ടത്രേ ഭഗവാൻ നരനാരായണന്മാരായിട്ട് അവതരിക്കാൻ. അതിൽ ഒരു കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നാരായണീയത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. പണ്ട് സഹസ്ര കവചൻ എന്ന് പേരുള്ളതായ ഒരു അസുരൻ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ മഹാഭാരതത്തിലെ ഒരു കഥയെയാണ് പട്ടിരിപ്പാട് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഭാഗവത്തിൽ അത് സൂചിപ്പിക്കണമില്ല. അപ്പോൾ സഹസ്ര കവചൻ എന്ന് പേരുള്ളതായ ഒരു ദൈത്യൻ, ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഈ പേര് പോലെ തന്നെ ഇദ്ദേഹത്തിന് 1000 കവചാണ്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് വേറെന്തോ. ഇദ്ദേഹം ഒരുപാട് കാലം ബ്രഹ്മാവിനെയൊക്കെ തപസ് ചെയ്ത് വരം വാങ്ങിയതാണ് ഈ 1000 കവചം. അവിടെയും പ്രത്യേകതയുണ്ട്. 1000 കവചം ഉടച്ചെങ്കിൽ മാത്രമേ തനിക്ക് നാശം ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനത്തെ ഒരു വരമൊക്കെയാണ് ആ അസുരൻ അങ്ങോട്ട് വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്. അവിടെയും ചില വികടത്വങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ആ കവചങ്ങൾ ഉടയ്ക്കാൻ പറ്റില്ല. ഏതൊരാളാണോ 1000 വർഷം തപസ്സും അതേപോലെ 1000 വർഷം യുദ്ധവും ചെയ്യണത്, അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഈ ദൈത്യൻ്റെ ഒരു കവചം ഉടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹത്തെയൊക്കെ കൊല്ലണമെങ്കിൽ എത്ര കാലം എടുക്കും അല്ലേ? ഒരു കവചം പൊട്ടിക്കണമെങ്കിൽ 2000 കൊല്ലം വേണം. അപ്പോൾ 1000 കൊല്ലം അതിൽ തപസ് ചെയ്യണം, 1000 കൊല്ലം യുദ്ധം ചെയ്യണം, എന്നാൽ മാത്രമേ ഒരു കവചം പൊട്ടിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള 1000 എണ്ണം തീർന്നെങ്കിൽ മാത്രമേ അവന് അന്ത്യമുള്ളത്രേ. ഒടുക്കം ഈ അസുരൻ്റെ ഉപദ്രവം കൊണ്ട് സഹികെട്ട് ഭഗവാനെ ചെന്ന് ശരണം പ്രാപിച്ചു ദേവന്മാർ. ഭഗവാൻ 2 രൂപത്തിൽ അവതരിച്ചു. മൂർത്തിദേവിയുടെയും ധർമ്മദേവൻ്റെയും പുത്രന്മാരായിട്ട് നരനായിട്ടും നാരായണനായിട്ടും അവതരിച്ചു. നരൻ തപസ് ചെയ്യണ സന്ദർഭത്തിൽ നാരായണൻ യുദ്ധം ചെയ്യും. നാരായണൻ തപസ് ചെയ്യണ സന്ദർഭത്തിൽ നരൻ യുദ്ധം ചെയ്യും. അങ്ങനെ ഇവർ മാറി മാറി 1000 കൊല്ലം തപസ്സും 1000 കൊല്ലം യുദ്ധവും ചെയ്ത് കവചങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഉടച്ചു. എളുപ്പം പറയാം, 999 കവചങ്ങൾ ഉടച്ചു. ഇനി ഒരെണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ ആ ദൈത്യനെ ഉറപ്പിച്ചു തനിക്ക് നാശമായി എന്ന്. ആ ദൈത്യനാവട്ടെ സൂര്യഭഗവാനിൽ പോയിട്ട് വലയം പ്രാപിച്ചു. പിന്നീട് ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ, അവസാന ഭാഗത്തിൽ, ഇവിടെ ഈ ദൈത്യൻ സൂര്യദേവനിൽ നിന്ന്, ഈ സഹസ്രകവചൻ എന്ന അസുരൻ ഈ സൂര്യദേവനിൽ നിന്ന് നേരെ വരുന്നത് കുന്തിദേവിയുടെ ഗർഭത്തിലാണ്. മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥയൊക്കെ ഇല്ലേ? കുന്തിദേവിയുടെ ഗർഭത്തിനകത്തേക്ക് വന്നു. കവചകുണ്ടലങ്ങളോടുകൂടിയിട്ട് അതാ കുന്തിദേവിയിൽ നിന്ന് ആവിർഭവിച്ചു. കുന്തിദേവിയോ വിവാഹത്തിന് മുമ്പുണ്ടായ സന്താനം എന്നും പറഞ്ഞിട്ട് അപവാദം ഭയന്ന് കുന്തിദേവി സങ്കടത്തോടു കൂടിയിട്ട് ഒരു പെട്ടിയിലാക്കിയിട്ട് ഗംഗയിൽ ഒഴുക്കിയെന്നൊക്കെയാണ് കഥ. അതായത് കർണൻ, കവചകുണ്ടലങ്ങളോടുകൂടിയിട്ട് ആവിർഭവിച്ചതായിരിക്കുന്ന കർണൻ. ഒരു കവചം ബാക്കിയുണ്ട്, നരൻ്റെ ഊഴാണ്. അപ്പോൾ അന്ന് ബ്രഹ്മാവ് കൊടുത്ത വരം സത്യമാക്കി തീർക്കാനായിട്ട് നരൻ അർജുനായിട്ട് വന്നു, നാരായണൻ അവിടെ കൃഷ്ണനായിട്ടും വന്നു. അങ്ങനെയാണ് യുദ്ധം ചെയ്ത് ഒടുക്കം അവസാനത്തെ ഒരു കവചവും കൂടി ഉടച്ച് അതാ ആ ദൈത്യന് മുക്തി കൊടുത്തത് എന്ന ഒരു കഥ. ഇനിയും പല പല കഥകൾ നരനാരായണന്മാരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കഥകൾ പറഞ്ഞു വരുന്ന വഴിക്ക് മൈത്രേയ മഹർഷി വിതുരരോട് പറഞ്ഞു, വിതുരേ, ദക്ഷപുത്രിയായിരിക്കുന്ന സതീദേവിയെ
16ാമത്തെ പുത്രിയായ സതീദേവിയെ സാക്ഷാൽ മഹാദേവരാണ് വിവാഹം കഴിച്ചത്. പക്ഷെ ആ ബന്ധത്തോടു കൂടിയിട്ട് ഈ ദക്ഷനും മഹാദേവനും തമ്മിൽ കണ്ടുകൂടാണ്ടായി എന്ന് പറഞ്ഞു. അത്ര വിരോധത്തിലായിട്ട് തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വിതുരർക്കൊരു കൗതുകം ഉണ്ടായി. 2ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം വിതുരർ ചോദിക്കേണ്ട, ഗുരുദേവ 2ാമത്തെ അധ്യായം ശ്രദ്ധിക്കൂ. ഭവേ ശീലവതാം ശ്രേഷ്ഠേ ദക്ഷോ ദുഹിതൃവത്സല വിദ്വേഷമകരോത് കസ്മാത് അനാദൃത്യാത്മജാം സതിം. ഭവേ ശീലവതാം ശ്രേഷ്ഠേ ദക്ഷോ ദുഹിതൃവത്സല വിദ്വേഷം അകരോത് കസ്മാത് അനാദൃത്യാത്മജാം സതിം. എന്തുകൊണ്ടാണ് ഈ ദക്ഷനും മഹാദേവനും തമ്മിൽ ഇങ്ങനെ വിരോധമായത്? കസ്തം ചരാചരഗുരും നിർവൈരം ശാന്തവിഗ്രഹം ആത്മാരാമം കഥം ദേഷ്ടി ജഗതോ ദൈവതം മഹത്. നല്ല ചോദ്യങ്ങളാണ് ഇതൊക്കെ. ആരാ മഹാദേവരെ? ചരാചരഗുരുവാണ്. നിർവൈരം, ആരിലും വിരോധമില്ലാത്ത ആളാണ്. പരമകാരുണികനാണ്. ക്ഷിപ്രപ്രസാദിയാണ്. നമസ്കരിക്കുന്നവരെ ഉടനെ അനുഗ്രഹിക്കുന്നവനാണ് സാക്ഷാൽ പരമേശ്വരൻ മഹാദേവര്. എന്നാൽ അപ്പുറത്തിരിക്കുന്ന ദക്ഷനാണെങ്കിലോ, ദക്ഷൻ എന്ന ശബ്ദത്തിന് തന്നെ അർത്ഥമുണ്ട് സമർത്ഥൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ശ്രദ്ധിക്കണേ, ദക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമർത്ഥൻ. ഇവിടെ സാമർഥ്യം എന്ന് വെച്ചാൽ സാധാരണ മലയാളത്തിൽ നാടൻ വർത്തമാനത്തിൽ ഉപയോഗിക്കുന്ന സാമർഥ്യമായിട്ട് കണക്കാക്കരുത്. ഇവിടെ സമർത്ഥൻ എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത് വേണ്ടത് വേണ്ട പോലെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ദക്ഷൻ, ഒരു ഭാഗത്ത് ശിവൻ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ ഏതത് ആഖ്യാഹിമേ ബ്രഹ്മൻ ജാമാതു ശ്വശുരസ്യജ വിദ്വേഷസ്തു യത പ്രാണാം തത്യജേ ദുസ്ത്യജാന് സതി. ഇനി സാധാരണ ലൗകിക ഭാവത്തിൽ, മാനവിക ഭാവത്തിൽ നോക്കുകയാണെങ്കിൽ, ബന്ധം വെച്ച് നോക്കുകയാണെങ്കിൽ മകളെ വിവാഹം കഴിച്ച ആളാണ്. ഇപ്പുറത്ത് ഇങ്ങോട്ട് നോക്കിയാലോ ഭാര്യാപിതാവാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ വിരോധമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്തോ ഒരു രഹസ്യം അതിൻ്റെ പുറകിലുണ്ട്, അത് അറിഞ്ഞാൽ തിരക്കേടില്ല. അങ്ങനെയാണ് ദക്ഷയാഗ കഥ ഇവിടെ വിസ്തരിക്കുന്നത്. ധർമ്മത്തെ, പുരുഷാർത്ഥങ്ങളിൽ ഒന്നാമത്തെ അർത്ഥം ധർമ്മത്തെ സൂചിപ്പിക്കുന്നതായിരിക്കുന്ന കഥ. ഒരിക്കലും ദേവലോകത്ത് വലിയൊരു സത്രം നിശ്ചയിച്ചു. ആ സത്രത്തിൽ അധ്യക്ഷനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ദക്ഷനെയാണ്. അപ്പോൾ ഈ അധ്യക്ഷൻ ഏറ്റവും അവസാനമാണ് കയറി വരുന്നത്. അപ്പോൾ നിയമം എന്താ വെച്ചാൽ ഈ അധ്യക്ഷൻ കയറി വരുമ്പോൾ എല്ലാവരും എഴുന്നേക്കണം. എല്ലാവരും എഴുന്നേറ്റിട്ട് തൊഴണം, ഒന്ന് ബഹുമാനിക്കണം. തൊഴാന്നല്ല, ഒന്ന് ആദരിക്കുക, ആദരസൂചകമായിട്ട് എല്ലാവരും എഴുന്നേക്കണം എന്നാണ് നിയമം. അങ്ങനെ ഈ ദക്ഷൻ ഏറ്റവും അവസാനം കയറി വന്നു. എല്ലാവരും എഴുന്നേറ്റു. എന്നാൽ ആരൊക്കെയാണ് എണീറ്റത് എന്ന് നോക്കിയാൽ മതി. കുറച്ച് വികടത്തുള്ള ഈ ദക്ഷൻ എന്ത് ചെയ്തു വെച്ചാൽ തന്നെ കണ്ടിട്ട് ആരൊക്കെയാണ് എണീക്കാത്തത് എന്നാണ് നോക്കിയത്. അങ്ങനെ നോക്കിയപ്പോഴോ 2 പേര് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, എണീക്കാതെ ഇരിക്കുന്നുണ്ട്. ഒന്ന് ബ്രഹ്മാവാണ്. ഇദ്ദേഹത്തിന് ദേഷ്യം വന്നില്ല, കാരണം അച്ഛന്. ഇനി മകൻ എത്ര കേമനാണെങ്കിലും അച്ഛൻ എഴുന്നേക്കാൻ പാടില്ല, എണീക്കേണ്ട ആവശ്യമില്ല. എന്നാൽ തൊട്ടപ്പുറത്തിരിക്കുന്നത് സാക്ഷാൽ മഹാദേവൻ, പരമശിവൻ. ഇദ്ദേഹത്തിന് അത് ഒട്ടും ഇഷ്ടമായില്ല. ഇദ്ദേഹം ആവട്ടെ എഴുന്നേറ്റു. ഇദ്ദേഹം അതിക്രുദ്ധനായി മാറി. നേരെ ആ അധ്യക്ഷസ്ഥാനത്ത് കയറി നിന്ന് അതിഗംഭീരമായിട്ട് ഒരു പ്രസംഗം ഉണ്ടായിട്ടുണ്ട്, അധ്യക്ഷ പ്രസംഗം. ആ പ്രസംഗത്തിലൂടെ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, കൂട്ടരെ നിങ്ങളറിഞ്ഞോ, പുതിയൊരു ലോകപാലൻ ഇവിടെ വന്നിട്ടുണ്ട്. പേര് ശിവൻ എന്നൊക്കെയാണ്. എന്നാൽ ഈ ശിവൻ എന്നൊന്നും ഞാനിപ്പോൾ വിളിക്കാൻ പോകുന്നില്ല. ഞാൻ അശിവ, പുണ്യം ഇല്ലാത്തവൻ. ശിവ എന്നുള്ള വാക്കിന് പുണ്യം എന്നാണ് അർത്ഥം. അശിവ, ഈ പുണ്യമില്ലാത്തവനെ എന്ന് മാത്രമേ ഞാൻ വിളിക്കുള്ളൂ. ഏഷമേ ശിഷ്യതാം പ്രാപ്തോ യന്മേ ദുഹിതരഗ്രഹീത് പാണിം വിഭ്രാഗ്നി മുഖത സാവിത്രിയ ഇവ സാധുപത്. എൻ്റെ മകളായിരിക്കുന്ന സതീദേവിയെ വിവാഹം കഴിച്ചു.
അതും എങ്ങനെയുള്ള എൻ്റെ മകളാ? ഗൃഹീത്വ മൃഗശാപാക്ഷ്യ, നല്ല മാൻപേടയുടെ കണ്ണുകളുള്ളവളാണ് എൻ്റെ പുത്രിയായിരിക്കുന്ന സതീദേവി. ആ സതിയെ വിവാഹം കഴിച്ച ഈ ശിവനാവട്ടെ പാണിം മർക്കടലോചന, കുരങ്ങിൻ്റെ കണ്ണാണത്രേ. നോക്കണേ, ഈ പറയുന്ന ഭാഷ കുരങ്ങിൻ്റെ കണ്ണാണെന്നാണ് പറഞ്ഞത്. അതായത് എല്ലായിടത്തേക്കും നോക്കണ ആൾ എന്നർത്ഥം. ഇതിനൊക്കെ പരോക്ഷാർത്ഥം വേറെയുണ്ട്. അപ്പോൾ എന്നാ വിവാഹം കഴിഞ്ഞ നേരെയാവുമെന്ന് വിചാരിച്ചു. കല്യാണം കഴിഞ്ഞ നേരെയാവുമെന്നാണ് വിചാരിച്ചത്. അതുമില്ല. കല്യാണം കഴിഞ്ഞോടുകൂടിയിട്ട് അപകടം, മഹാ അപകടമായി. അല്ലെ, പഴയ കാരണവന്മാരൊക്കെ പറയും, ഏതെങ്കിലും പയ്യന്മാരിങ്ങനെ തെക്കും വടക്കും നടക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് വെച്ചാൽ, ദേ അവനോട് ഒരു കല്യാണം കഴിക്കാൻ പറയും. കല്യാണം കഴിഞ്ഞാൽ അവൻ നന്നാവും. ഈ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ആൾക്കാരാണ് നന്നായതെന്ന് ചോദിച്ചാൽ അത് ഈ ബ്രഹ്മാവിന് പോലും നിശ്ചയുണ്ടോയെന്നറിയില്ല. പോട്ടെ. അപ്പോൾ വിവാഹം കഴിഞ്ഞോട് കൂടിയിട്ട് കൂട്ടുകെട്ടും അബദ്ധം. ആരായിട്ടാ ഈ കൂട്ടുകെട്ട്? പ്രേതാവാസേഷു ഘോരേഷു പ്രേതൈഃ ഭൂതഗണൈഃ വൃത അടത്യുന്മത്തവന്നഗ്നോ വ്യുക്തകേശോ ഹസൻ രുദൻ ചിതാഭസ്മകൃതസ്നാന പ്രേതശ്രൃം അസ്ഥിഭൂഷണ ശിവാപതേശോ ഹി അശിവാ മത്തോ മത്ത ജനപ്രിയ. ഇവിടെ ഈ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ അത് പ്രേതങ്ങളായിട്ട്, ഭൂതങ്ങളായിട്ട്, പിശാചുകളായിട്ട്, വേതാളങ്ങളായിട്ട്, ഇവരൊക്കെ ആയിട്ട് ഈ കൂട്ടുകെട്ട്. സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പോവും എങ്ങടാ? ശ്മശാനത്തിലേക്ക്. ഒരു നേരം തെറ്റിക്കഴിഞ്ഞാൽ ആരും ആ വഴിക്ക് പോവാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ശ്മശാനത്തിലേക്കാണ് ഈ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പോവുക. സന്ധ്യ മയങ്ങിയാൽ പോവുക. വല്ലവരെയും ചെത അവിടെ കത്തുണ്ടാവും. അതിലേക്ക് അങ്ങോട്ട് ചാടി കയറി താണ്ടവാടി എന്നിട്ട് മത്ത് തീരാഞ്ഞ് ചിതാഭസ്മകൃത സ്നാന, ആ ചിതാഭസ്മം എടുത്ത് ദേഹമാസകലം വാരിത്തേച്ച് അസ്ഥി കൊണ്ടുള്ള മാലയൊക്കെ കഴുത്തിൽ ചാർത്തി നാഗത്തെയൊക്കെ കണ്ഠത്തിലണിഞ്ഞ് പുലിത്തോലൊക്കെ ഉടുത്ത് തനി പ്രാകൃത വേഷം കെട്ടി നടക്കണ ഇദ്ദേഹത്തെയൊക്കെ ആരെങ്കിലും വിളിക്കുമോ ഈ ശിവൻ? ആ ശിവ എന്ന് മാത്രമേ പറയുള്ളൂ. ഇങ്ങനെ ഇത് മാത്രമല്ല, ഓരോന്നായിട്ട് പറഞ്ഞ് ഈ പറഞ്ഞ് കയറുക എന്ന് പറയില്ലേ, അതേപോലെ ഇങ്ങനെ പറഞ്ഞ് പോവുക. എന്നാൽ മഹാദേവനാണെങ്കിലോ ഒന്നും മിണ്ടിയില്ല, മൗനായിട്ട് ഇരുന്നതേ ഉള്ളൂ. ഇതൊരു തന്ത്രമാണത്. എന്താ വെച്ചാൽ എതിര് എന്തെങ്കിലും പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് കൂടല്ലാണ്ട് കുറയില്ല. അപ്പം ആരെങ്കിലും എന്തെങ്കിലും ചറപറാന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പം എന്താ വേണ്ടത് വെച്ചാൽ മറിച്ചൊന്നും അങ്ങോട്ട് പറയാൻ നിൽക്കരുത്. തട്ടിന് മുട്ട് പറഞ്ഞാൽ അപകടം, ഒന്നും മിണ്ടണ്ട. അവരെന്താ വേണ്ടത് വെച്ചാൽ പറഞ്ഞോട്ടെ പോയിക്കോട്ടെ എന്ന ആ ഭാവത്തിൽ അവിടെ അങ്ങോട്ട് ഇരിക്കുക. മഹാദേവർ അത്രയും ചെയ്തുള്ളൂ, ഒന്നും മിണ്ടിയില്ല. എന്നാൽ ഈ ശിവകിങ്കരന്മാർക്ക് അത് സഹിക്കാൻ പറ്റിയില്ല, അവരെതിർത്തു. ചുരുക്കം പറഞ്ഞാൽ അവിടെ വാക്കേറ്റം ഉണ്ടായി. ആ വാക്കേറ്റം കുറേശ്ശെ കയ്യാങ്കളിയിലെത്തി, അട്ടിപ്പിട്ടിയായി, ബഹളായി. ഒടുക്കം നല്ല ഉദ്ദേശത്തിൽ തുടങ്ങിയതായിരിക്കുന്ന ആ സത്രം എങ്ങും എത്തിക്കാൻ പറ്റാതെ അത് പകുതിയിൽ വെച്ച് നിർത്തേണ്ടതായിട്ട് വന്നു. ഓരോരുത്തരും എവിടെന്നാ വന്നു വെച്ചാൽ അങ്ങോട്ട് തന്നെ തിരിച്ചു പോയി എന്ന് വേണം പറയാൻ. ദിവസങ്ങൾ കടന്നു. ഈ ദക്ഷനാണെങ്കിൽ മഹാദേവരോടുള്ള ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഒടുക്കം ഈ മഹാദേവരെ അപമാനിക്കാൻ വേണ്ടി മാത്രം ദക്ഷൻ ഒരു യാഗം കണ്ട് നിശ്ചയിച്ചു. ആ യാഗത്തിൻ്റെ ഒരു പേരുണ്ട്, മനസ്സ് വയ്ക്കണേ. ബൃഹസ്പതി സവം എന്നാണ് ആ യാഗത്തിൻ്റെ പേര്. ഇന്നേ വരെ അങ്ങനെ ഒരു യാഗം ആരും ചെയ്തിട്ടില്ല. നാടായ നാട് മുഴുവൻ ക്ഷണിച്ചു. എന്നാൽ കൈലാസത്തിൽ മാത്രം ക്ഷണപത്രം എത്തിയിട്ടുമില്ല. ഇതിൽ ഈ സതീദേവിയുടെ മനസ്സ് വല്ലാതെ കണ്ട് സങ്കടപ്പെട്ടു. സഹോദരിമാരൊക്കെ ആകാശമാർഗത്തിലൂടെ അങ്ങനെ പോണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, സതീ നീ വരണില്ലേ? അച്ഛൻ്റെ യാഗം കാണാനായിട്ട് നീ വരണില്ലേ? ഗംഭീരമായിട്ടുള്ള യാഗാട്ടോ, വരണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
സതീദേവിക്ക് ഇത് കേൾക്കുമ്പോഴോ എന്തായാലും ഒരു മോഹം ഉണ്ടാവില്ലേ, പിതാവിനൊന്ന് കാണണം, അമ്മയൊന്ന് കാണണം, ബന്ധുക്കളെ. ഇപ്പം എന്തെങ്കിലും വിശേഷം, ഇപ്പോൾ ഓരോ ഭവനങ്ങളിൽ ഈ വിശേഷങ്ങൾ ഉണ്ടാവണ, ആ വിശേഷങ്ങൾക്ക് കാരണം എന്താ, എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേരാം എന്നുള്ളതാണ്. ഒരു സത്സംഗമായിട്ട് മാറുക ചെയ്യണത്. നോക്കണേ. അപ്പോൾ നീ വരണില്ലേക്ക് ചോദിച്ചു. വലിയ വിഷമായി. ഈ സതീദേവി പതുക്കെ മഹാദേവരോട് ചോദിക്കാനായിട്ട് ചെന്നു. സതീദേവി പോണ സമയത്ത് മഹാദേവരവിടെ ധ്യാനത്തിലാണ്, കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുക ചെയ്യണത്. കുറേ കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു, തൊഴുതുകൊണ്ട് പറഞ്ഞു, അവിടുന്നേ അങ്ങേക്ക് അറിയാത്തതായിട്ട് യാതൊന്നുമില്ലല്ലോ. എൻ്റെ അച്ഛൻ ദക്ഷൻ ഒരു യാഗം നിശ്ചയിച്ചിട്ടുണ്ട്, ബൃഹസ്പതി സവം. നമുക്ക് ഒന്നത് കാണാൻ പോവല്ലേ? അപ്പോഴും മഹാദേവരൊന്നും മിണ്ടിയില്ല, മൗനായിട്ടിരുന്നതേ ഉള്ളൂ. ഇനി ഒരുപക്ഷെ അങ്ങേക്ക് തോന്നുന്നുണ്ടാവാം, ക്ഷണിക്കാതെ എങ്ങനെയപ്പം അങ്ങോട്ട് കയറി ചെല്ലുക? ഇപ്പോൾ പിതാവിൻ്റെ അടുത്ത് ബന്ധുക്കളുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം നടക്കുന്നുണ്ടെങ്കിൽ ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല, നേരെ കയറി ചെല്ലാം. അതാണ് ഈ ബന്ധം എന്നൊക്കെ പറയുന്നത്. നാം പലപ്പോഴും, ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ വിശേഷം ഉണ്ടെങ്കിൽ പലപ്പോഴും നാം പലരും ക്ഷണിക്കാൻ വിട്ടുപോകാറുണ്ട്, അത് മനഃപൂർവ്വം അല്ലാതെ. അപ്പോഴോ സ്നേഹമുള്ള ബന്ധുക്കൾ എന്താ ചെയ്യുക വെച്ചാൽ പതുക്കെ ഒന്ന് അതിനോട് അടുപ്പിച്ച് അങ്ങോട്ട് വിളിച്ചു നോക്കും, അല്ലെങ്കിൽ ഒന്ന് പോയി നോക്കും. എന്നിട്ട് ചോദിക്കും, അല്ല ഇവിടെ ഇങ്ങനെയുള്ള ചില വിശേഷങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടുമല്ലോ, ഈ ക്ഷണമൊക്കെ എവിടം വരെ എത്തി? ഈ ക്ഷണം എവിടം വരെ എത്തി ചോദിക്കണതിനാ, ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്നേഹമുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യും, ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയല്ല വേണ്ടത്. നമുക്ക് പോവല്ലേ എന്ന് ചോദിച്ചു. ഇങ്ങനെ ഒരുപാട് പറഞ്ഞ സമയത്ത് മഹാദേവർ പറഞ്ഞു, സതി പറഞ്ഞതൊക്കെ സത്യമാണ്. ഒരു ബന്ധുവിൻ്റെ ഭവനത്തിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല, ക്ഷണിക്കാതെ കയറി ചെല്ലാം. അതാണ് ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ദക്ഷനെപ്പോലെയുള്ള ഒരു ബന്ധുവാണ് എന്ന് വിചാരിക്കാം, അങ്ങനെയെങ്കിൽ ക്ഷണിച്ചാലും പോകാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താച്ചാൽ എല്ലാവിധ ഗുണങ്ങളും ഈ ദക്ഷനുണ്ട്. പ്രതാപമുണ്ട്, അധികാരമുണ്ട്, കയ്യൂക്കുണ്ട്, ബന്ധുബലമുണ്ട്, സമ്പത്തിന് സമ്പത്ത് നല്ലോണം ഉണ്ട്, ആരോഗ്യം നല്ലോണം ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും വേണ്ടതായിരിക്കുന്ന ഒന്നും അവിടെയില്ല. അപ്പോൾ ഈ ഗുണങ്ങൾ, അനവധി ഗുണങ്ങളുണ്ടെങ്കിൽ ആ ഗുണങ്ങൾ ശോഭിക്കണമെങ്കിൽ ഒന്നുകൂടി ഉണ്ടായിരിക്കണം. ആ ഒന്നാണ് വിനയം. ഈ വിനയം എന്ന് പറഞ്ഞത് ദക്ഷൻ്റെ അടുത്ത് കൂടെ പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വിനയം ഇല്ലാത്തവരടുത്ത് പോയി കഴിഞ്ഞാൽ പലപ്പോഴും അപമാനം ഏൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങോട്ട് പോകണ്ടെന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സതീദേവി പറഞ്ഞു, എന്നാലും എന്താ, എൻ്റെ അച്ഛനല്ലേ, എന്നാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല, അത്രയും പറഞ്ഞ് മിണ്ടാണ്ടിരുന്നു. ആ മൗനം ഒരു സമ്മത ലക്ഷണമായിട്ട് എടുത്തിട്ടാണ് സതീദേവി യാത്രയാവുന്നത്. ഭൂതഗണങ്ങളെയും കൂട്ടിയിട്ടാണ് ഈ ദക്ഷയാഗ ഭൂമിയിലേക്ക് പോകുന്നത്. എന്നാൽ അവിടെയാണെങ്കിലോ, അവിടെ എത്തിയപ്പോഴോ സതീദേവിയെ കണ്ടതായി പോലും ദക്ഷൻ നടിച്ചില്ല. അതുമാത്രമല്ല, ഈ സതീദേവി കേൾക്കെ കുത്തുവാക്കുകൾ ഓരോന്നോരോന്നായിട്ട് പറയാൻ തുടങ്ങി. ശിവൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇന്നത് ചെയ്തു, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നിർത്താതെ ഓരോന്നോരോന്ന് പറയുക. ഇത് ഒരു പരിധി വിട്ടപ്പോൾ ആ ജഗദംബികയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. ആ സതീദേവി തൻ്റെ ആ കൈകളാൽ ആ ചെവി അങ്ങോട്ട് പൊത്തിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അവിടുന്ന് അച്ഛൻ ആരെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയണത്? ആ മഹാദേവരെക്കുറിച്ച്. അരുത്. യദ്യക്ഷരം നാമ ഗിരേരിതം നൃണാം സകിൽ പ്രസംഗാൽ അഘമാശു ഹന്തിതൽ പവിത്രകീർത്തിം തമലംഘ്യ ശാസനം ഭവാനഹോ ദ്വേഷ്ടി ശിവം ശിവേതരാ. ആ രണ്ടക്ഷരം. അപ്പോൾ ഏതാ രണ്ടക്ഷരം? യദ്യക്ഷരം. ആ രണ്ടക്ഷരം ഇതൊരു സംസ്കാരത്തെ കൂടി കാണിച്ചു ചെയ്യണത്. എന്താ വെച്ചാൽ പതിവ്രതകൾ ഭർത്താവിൻ്റെ പേര് പ്രത്യക്ഷത്തിൽ പറയാൻ പാടില്ല എന്ന് ഒരു നിയമമുണ്ട്. ഇതൊക്കെ തൽക്കാലം കേട്ടാൽ മാത്രം മതി. അപ്പോൾ സതീദേവി പറഞ്ഞു വന്നു ഇങ്ങനെ ആ രണ്ടക്ഷരം എന്ന് പറഞ്ഞു. അപ്പോൾ ആ രണ്ടക്ഷരം ഏത് എന്ന് ചോദിച്ചാൽ ആ രണ്ടക്ഷരം ഏതാ വെച്ചാൽ അത് പറഞ്ഞു കൊടുക്കാം.
അതാണ് ശിവ ശിവ എന്ന് പറയുന്നത്. ആ രണ്ടക്ഷരം ശിവ എന്ന ആ രണ്ടക്ഷരം ആരാണോ അറിയാതെയെങ്കിലും ഒന്ന് പറഞ്ഞു പോണത് ശിവശിവ 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 പഴയ ഭാഷാ ശൈലിയിലുള്ളതാണിത്. എന്തു വന്നാലും ശിവശിവ 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 പൂർവികർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് രണ്ടായിട്ടേ പറയുള്ളൂ അത്രേ. ശിവ എന്ന് മാത്രം പറഞ്ഞു നിർത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തേ പറയുള്ളൂ? ശിവശിവ. പരിപൂർണ സാത്വിക നാമങ്ങളുടെ പ്രത്യേകത അത് മാത്രമായിട്ട് പറയില്ല, ഒറ്റയായിട്ട് പറയില്ല, രണ്ടായിട്ടേ പറയുള്ളൂ. രാമ എന്ന് മാത്രം പറയില്ല, രാമ രാമ, കൃഷ്ണ കൃഷ്ണ, ഗോവിന്ദ എന്ന് പറഞ്ഞ് നിർത്തുമോ? സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. വെറും ഗോവിന്ദ എന്ന് പറയുമോ? ഇല്ല. എന്തേ പറയുള്ളൂ? ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ. ഈ ചില നാമങ്ങളുണ്ട് ഇങ്ങനെ രണ്ടായിട്ട് പറയണേ. അതിലൊന്നാണ് ശിവനാമം, ശിവശിവ. ഇത് അറിയാതെയെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെയുള്ള പാപങ്ങളൊക്കെയാണ് അവിടെ ഇല്ലാതായിത്തീരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ മഹാദേവരെ അവിടുന്ന് വല്ലാതെ കണ്ട് ദേഷിക്കണമല്ലോ. ഇനി അങ്ങയിൽ നിന്ന് ഉദ്ഭവിച്ചതായിരിക്കുന്ന ഈ ഒരു ശരീരം എനിക്ക് ആവശ്യമില്ല, ഞാനിതാ ഇത് ഇവിടെ വെച്ച് ഇല്ലാതാക്കി തീർക്കുകയാണ്. ഇവിടെ സതീദേവി ദക്ഷൻ പറഞ്ഞ ആ ശിവൻ്റെ ദോഷങ്ങളൊക്കെ ഗുണങ്ങളായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. സന്ധ്യയായിക്കഴിഞ്ഞാൽ ശ്മശാനത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഈ സന്ധ്യയായിക്കഴിഞ്ഞാൽ ശ്മശാനത്തിൽ നമ്മളൊക്കെ തന്നെ പോണത്. ജീവിത സന്ധ്യ കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും യാത്ര എങ്ങട്ട ശ്മശാനത്തിലേക്കാണ്. അവിടെയാണ് പരമേശ്വരൻ വന്ന് നോക്കുന്നത്. അന്തേ നാരായണ സ്മൃതി. ഈ സ്മൃതി പഥത്തിൽ ആരുണ്ടാവട്ടെ? ആ മഹാദേവരുണ്ടാവട്ടെ, ആ പരമേശ്വരൻ ഉണ്ടാവട്ടെ. ആ ശ്മശാനത്തിൽ പോയിട്ട് നോക്കണു, നല്ലത് ചെയ്തത് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഗതി കിട്ടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ നോട്ടത്തോടു കൂടിയിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും, മോക്ഷം കിട്ടിയിട്ടുണ്ടാവും. അത്രയുണ്ട് പാപത്തിൻ്റെ ഊക്കൊക്കെ. പതുക്കെ ആ ചെതയിലേക്ക് ചാടും. പാദസ്പർശമേറ്റാൽ പിന്നെ മുക്തി കിട്ടാണ്ടൊന്നുമില്ല. എന്നിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ ചിതാഭസ്മോ അസ്ഥിയൊക്കെ എടുത്താണ്ട് ധരിക്കും. അതോടുകൂടിയിട്ട് അവർക്ക് രണ്ടാമതൊരു ജന്മം ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവരെത്തിയിട്ടുണ്ടാവും എന്ന കാര്യം തീർച്ചയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഗുണങ്ങളെ അവിടുന്ന് ദോഷങ്ങളായിട്ട് കണ്ടത് അത് അങ്ങയുടെ കണ്ണിൻ്റെ കുഴപ്പമാണത്. അത് മഹാദേവൻ്റെ കുഴപ്പമല്ല, അങ്ങയുടെ കണ്ണിൻ്റെ കുഴപ്പമാണ് എന്ന് വേണം പറയാൻ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഏതായാലും അങ്ങയിൽ നിന്ന് ഉദ്ഭവിച്ച ഈ ദേഹം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് യോഗാഗ്നിയെ ജ്വലിപ്പിച്ച് സതീദേവി ആ ദേഹത്തെ അങ്ങോട്ട് വെണ്ണീറാക്കിയിട്ട് മാറ്റി. ശിവകിങ്കരന്മാർ ദക്ഷകിങ്കരന്മാരുടെ അടി കൊണ്ട് അവിടുന്ന് ഓടി. മഹാദേവരെടുത്ത് അവർ ഓടിച്ചെന്നു. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ടും മഹാദേവർ ആ സന്ദർഭത്തിൽ ഒന്നും അറിയാത്ത മട്ടിലാണ് ഇരുന്നത്. പിന്നെ നാരദ മഹർഷിയാണ് ഈ വാർത്ത കൈലാസത്തിൽ കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ഈ നാരദരുടെ മുഖത്ത് ആ ഭാഗം, ആ വാക്കുകൾ, ആ ഒരു സംഗതികൾ അറിഞ്ഞ സമയത്ത് എന്തെന്നില്ലാത്ത ഒരു ദേഷ്യത്തെയാണത്രേ ആ മഹാദേവരെടുത്തത്. 5-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ഭവോ ഭവാന്യ നിധനം പ്രജാപതേ അസൽകൃതായ അവഗമ്യ നാരദാൽ സ്വപാർശ്വത സൈന്യം ച തതധ്വരബുഭിർവിദ്രാവിതം ക്രോധമപാരമാധതേ. എന്നാ വാക്ക് ശ്രദ്ധിക്കണേ. വിദ്രാവിതം ക്രോധം അപാരമാധതേ. അത്യുഗ്രമായിരിക്കുന്ന ക്രോധത്തെ അല്പസമയം തന്നിലേക്ക് എടുത്തു. ഇപ്പം സാധാരണക്കാരായിരിക്കുന്ന നമുക്കൊക്കെ ഈ ദേഷ്യം വന്നു എന്നാണ് പറയുക. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക, മഹാദേവർക്ക് ദേഷ്യം വന്നു എന്ന് ഭാഗവതം പറയുന്നില്ല. ഇവിടെ എന്താ പറയണത്? അത്യുഗ്രമായിരിക്കുന്ന ദേഷ്യത്തെ എടുത്തു. ഈ എടുത്തു എന്ന് പറയണതും വന്നു എന്ന് പറയണതും രണ്ടും രണ്ടന്നെയാണ്. ഇപ്പോൾ കുട്ടികൾ എന്തെങ്കിലും വികൃതി കാണിച്ചാൽ മാതാപിതാക്കൾ ദേഷ്യത്തെ എടുക്കാറുണ്ട്, അധ്യാപകർ ദേഷ്യത്തെ എടുക്കാറുണ്ട്. അത് ശരിക്കുള്ള ദേഷ്യമല്ല, ദേഷ്യത്തെ എടുക്കുകയാണ്. ഒരു ദേഷ്യഭാവത്തിൽ നോക്കുകയാണ് കുട്ടിയെ. എന്തിനു വേണ്ടിയിട്ടാണ്? അവനെ അഥവാ അവളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും, അല്ലേ? എന്നാൽ അയൽവക്കത്തുള്ളവർ വല്ലതും കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ദേഷ്യത്തെ എടുക്കുകയല്ല ചെയ്യണത്,
അവിടെ ദേഷ്യം വരുന്നതാണത്. അത് പോകാൻ കുറച്ച് പ്രയാസമാണ് ഇതിനും. അപ്പം എടുത്തത് എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കാം, എന്നാൽ വന്നത് കളയാൻ കുറച്ച് പ്രയാസമാണ്, പോകാൻ കുറച്ച് പ്രയാസമാണ്. ആ മഹാദേവര് അത്യുഗ്രമായിരിക്കുന്ന ക്രോധത്തെ എടുത്ത് ക്രുദ്ധ സദുഷ്ടോഷ്ടപുട സദുർജടി ജടാം തടിധുഗ്നിസട്ടോഗ്രരോചിഷം ഉത്കൃത്യ രുദ്രസഹസോത്ഥിതോഹസൻ ഗംഭീരനാദോ വിസസർജതാം ഭുവി. അത്യുഗ്രമായിരിക്കുന്ന ക്രോധത്തെ എടുത്തിട്ട് മഹാദേവർ താണ്ഡവാടി. ആ താണ്ഡവം ആടുന്നതിനിടയ്ക്ക് തൻ്റെ ജടയങ്ങട്ട് അഴിഞ്ഞു, തലയങ്ങട്ട് കൊടഞ്ഞു. ആ ജടയാവട്ടെ അതാ നിലത്തങ്ങട്ട് സ്പർശിച്ചു. തന്നെപ്പോലെയുള്ളതായിരിക്കുന്ന ഒരു രൂപമാണ് പുറത്തേക്ക് വന്നത്. സാക്ഷാൽ വീരഭദ്രസ്വാമി. ആ മഹാദേവരുടെ തിരുജടയിൽ നിന്ന്, ആ ക്രോധത്തിൽ നിന്ന് ഉദ്ഭവിച്ചതായിരിക്കുന്ന സ്വരൂപം. മഹാദേവരോടൊപ്പം നൃത്തം വെച്ചുകൊണ്ട് ചോദിച്ചു, തം കിം കരോമീതി ഗൃണന്തമാഹ ബദ്ധാഞ്ജലിം ഭഗവാൻ ഭൂതനാഥ. അവിടുന്ന് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് അവിടത്തേക്കായിട്ട്? ഭഗവാൻ ആജ്ഞ കൊടുത്തു, ദക്ഷം സയജ്ഞം ജഹി. ആ ദക്ഷനെ യജ്ഞത്തോടു കൂടിയിട്ട് ഇല്ലാതാക്കി തീർത്താലും. ഇതാണ് കൊടുത്തതായിട്ടുള്ള ആജ്ഞ. പിന്നെ വലിയ താമസമൊന്നുമില്ല. നേരെ ദക്ഷയാഗം നടക്കുന്ന ഭൂമിയിൽ പോയി സർവത്ര നാശം വിതച്ചു. ദക്ഷൻ്റെ കഴുത്തങ്ങട്ട് വെട്ടി തലയെടുത്ത് അഗ്നിയിട്ട് ഹോമിച്ചു. ഭൃഗുവിൻ്റെ താടി പിടിച്ച് വിളിച്ച് അഗ്നിയിട്ട് ഹോമിച്ചു. പൂഷാവിൻ്റെ പല്ലുകളൊക്കെ തല്ലിപ്പൊളിച്ചു. ഓരോരുത്തരും ഏത് അവയവങ്ങളെ കൊണ്ടാണോ ആ പരമേശ്വരനെ നിന്ദിച്ചത് അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി തീർത്തു. നേരെ മഹാദേവരുടെ അടുത്തേക്ക് തന്നെ പോയി. ഇവിടെ ദേവന്മാർക്ക് ആകെ കൂടി പരിഭ്രമായി. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം അവർ നേരെ കൈലാസത്തിലേക്ക് പോവുകയാണ്. അത്യത്ഭുതം എന്ന് പറയട്ടെ, ഒരു നിമിഷം മുമ്പ് അതിക്രുദ്ധഭാവത്തിൽ കണ്ട ആ പരമേശ്വരനെ ഇപ്പോൾ കാണുന്നതോ നിർവൈരം ശാന്തവിഗ്രഹം, ശാന്തസ്വരൂപിയായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. യാതൊരു ദേഷ്യവും ഇവിടെയില്ല. തൊഴുതു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. മഹാദേവർ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഓരോരുത്തർക്കും എന്താണോ പോയത് അതൊക്കെ താൽക്കാലികമായിട്ടുണ്ടാവട്ടെ. ആ അനുഗ്രഹത്തിൻ്റെ ഫലം നിമിത്തം ദക്ഷന് കുറേ കാലം ആടിൻ്റെ തല വെച്ച് നടക്കേണ്ടി വന്നു. അത് ദക്ഷൻ്റെ ഉടല് കിട്ടി, തല കിട്ടിയില്ല അത്രേ. ഈ തല അഗ്നിയിട്ട് ഹോമിച്ചുവല്ലോ. പെട്ടെന്നിപ്പോൾ ഈ കഴുത്തിൻ്റെ മുകളിൽ എന്താ വെക്കാച്ച് നോക്കിയപ്പോഴാണ് നല്ലൊരു മുട്ടനാടനെ കണ്ടത്. അതിനെ പിടിച്ചങ്ങോട്ട് വലിച്ചു. അതിൻ്റെ തലയങ്ങോട്ട് എടുത്തു, കഴുത്തിലങ്ങോട്ട് വെച്ചു. ധൃതിയിൽ വെച്ചപ്പോൾ തിരിഞ്ഞു പോയി എന്നാണ് കഥ. അപ്പോൾ ഇദ്ദേഹത്തിന് കണ്ണാടി നോക്കണേ തിരിഞ്ഞു നോക്കും വേണം. അപ്പോൾ ഈ ആട്ടുംതല വെച്ച് കുറേ കാലം ദക്ഷന് നടക്കേണ്ടതായിട്ട് വന്നു എന്ന് പറഞ്ഞു. ഭൃഗുവിനാണെങ്കിൽ ആടിൻ്റെ ഒരു താടി വെച്ച് കുറേ കാലം നടക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ ദക്ഷൻ ആട്ടിൻ തല വെച്ചു എന്ന് പറഞ്ഞല്ലോ. ആടിനെ കണ്ടിട്ടുണ്ടാവും. എന്താ ഈ ആടിൻ്റെ പ്രവൃത്തി? ഏത് സമയത്തും ചവച്ചുകൊണ്ടിരിക്കുക. എപ്പോഴൊന്ന് ശ്രദ്ധിച്ചോളൂ, ആടിനെ ശ്രദ്ധിച്ചു നോക്കുക, അതിൻ്റെ ചുണ്ടുകളിലേക്ക് നോക്കുക. ഏത് സമയത്തും അതിങ്ങനെ അനങ്ങുക. സൂക്ഷിച്ച് നോക്കിയാൽ സംശയം തോന്നാം, രാമ 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 രാമനാമം ജപിക്കുകയാണോ എന്നൊക്കെ സംശയം തോന്നാം. എന്നാൽ ഇവർ ഈ രാമനാമം ജപിക്കുകയെന്നല്ല ചെയ്യണത്. ഇവരെന്താ ചെയ്യണത്? ചവയ്ക്കുക, ഇറക്കുക, എടുക്കുക, ചവയ്ക്കുക, വീണ്ടും ഇറക്കുക, എടുക്കുക, ചവയ്ക്കുക. ഇതന്നെയാണ് ഈ വിഷയികളുടെ അവസ്ഥ. എത്ര തന്നെ ഈ വിഷയിക സുഖങ്ങൾ അനുഭവിച്ചിട്ടും അത് വീണ്ടും 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 അനുഭവിക്കാനായിട്ട് തോന്നുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ആടിനേക്കാൾ കഷ്ടമാണ്. അത്ര വിഷയമല്ല ഭൃഗു. അതാണ് ഈ ആട്ടിൻ്റെ താടി വെച്ചുകൊണ്ട് നടന്നു എന്ന് പറയാൻ കാരണം. ശരി, ഏതായാലും അവിടെ സാക്ഷാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ദക്ഷിണ നല്ലൊരു ഉപദേശം കൊടുക്കണ്ട. ഭഗവാൻ എന്താ പറയാനുള്ളത്? ഭഗവാൻ പറയണത് എന്താ വെച്ചാൽ, ഈ ദക്ഷന് ഭേദചിന്തനമാണ് ഇവിടെ ഉണ്ടായത്. അഹം ബ്രഹ്മാച സർവശ്ച ജഗതഃ കാരണം പരം. ഇവിടെ ബ്രഹ്മാവാവട്ടെ, ശിവനാവട്ടെ, ഈ ഉള്ളവൻ വിഷ്ണു ആവട്ടെ, ഒക്കെ ഒന്നുതന്നെയാണ്. ആ സത്യത്തെ മനസ്സിലാക്കാൻ ഈ ദക്ഷനൊന്ന് വൈകി.
ഭേദചിന്തനമാണ് ഈ ദക്ഷൻ്റെ അപകടത്തിന് കാരണമായിട്ട് തീർന്നത്. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ധാർമ്മികത നന്നായിട്ട് ശോഭിക്കുന്നത്, ആദ്യം പറഞ്ഞ ഈ 13 എടുത്ത് ആ ധാർമ്മികത നന്നായിട്ട് ശോഭിക്കുന്നത്, അതോടുകൂടിയിട്ട് എന്തായിട്ട് മാറുന്നു? ഇവിടെ വിഷയിക വാസന പൂർണ്ണമായിട്ടും അസ്തമിച്ച് ഭഗവത് ദർശനം ഉണ്ടാവണം. ആ ഭഗവാനോട് ഐക്യം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ധർമ്മചിന്തനത്തെ തട്ടി ഉണർത്തുന്നതായ ഒരു കഥയാണ് ദക്ഷയാഗ കഥ. ധർമ്മത്തെ ഉയർത്തി കാണിക്കുന്നു. ഇനി ധ്രുവൻ്റെ കഥ, ധ്രുവചരിത്രമാണ് നമുക്ക് കേൾക്കാനുള്ളത്. ആ ഭാഗം നമുക്ക് നാളെ കേൾക്കാം. ഭഗവത് കൃപയാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇവിടം വരെയുള്ള ഭാഗങ്ങളിൽ എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ശേഷം ഭാഗം നമുക്ക് നാളെ കേൾക്കാം. നാളെ പതിവ് പോലെ 12 മണി മുതൽ 1 മണി 1:15 വരെ നമുക്ക് ഭാഗവത ചിന്തനത്തോട്, പാരായണ ചിന്തനത്തോടു കൂടിയിട്ട് ഇരിക്കാം. അപ്പോൾ നാളത്തെ വിഷയം ധ്രുവചരിത്രമാണ് നാളത്തെ വിഷയം. എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭാഗവത പ്രേമികളെ, പരമാവധി ഈ ഒരു ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും ബന്ധുക്കളെ ഇത് അറിയിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിലെ കോണ്ടാക്ട്സിൽ മുഴുവൻ എല്ലാവരെയും ഇങ്ങനെ ഒരു യജ്ഞം നടക്കണോ എന്ന കാര്യം അറിയിച്ച് എല്ലാവരോടും ഈ ഒരു സത്സംഗവേദിയിലേക്ക് വരാനായിട്ട് പറയുക. എന്താച്ചാൽ നമ്മുടെ ഒരു വാക്ക് കാരണം ആരെങ്കിലും 1-2 പേര് വരികയാണെങ്കിൽ, ഭാഗവതം അല്പെങ്കിലും അവർക്കും കേൾക്കാൻ സാധിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു മാനസിക മാറ്റം ആർക്കെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അതിൻ്റെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഭാഗവത പ്രേമികളെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്ക് ഇവിടെ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.